യാത്രകൾ എപ്പോഴും ഒരുപാട് നല്ല ജീവിതാനുഭവങ്ങൾ നമുക്ക് തരാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം എന്താണ്? അല്ല, യാത്രകൾ തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു ആഗ്രഹമാണ്. അതെ, തീർച്ചയായും. ഏത് സമയത്തും അത് പുറത്തെടുക്കാൻ അവൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നു. അതെ. പക്ഷെ അത് അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അത് താൽക്കാലികമായി മാറ്റി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും അതിനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തെടുക്കാനും ആ യാത്രയെ ഉൾക്കൊള്ളാനും എപ്പോഴും മനസ്സ് തയ്യാറാണ്. അതെ. സാഹചര്യം മാത്രമാണ് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തുന്നത്. അതെ, ശരി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യാത്ര മുമ്പ് കാലത്തും ഇപ്പോഴും തമ്മിലുള്ള അന്തരം നമുക്ക് മനസ്സിലാക്കണം. അത് കോവിഡിന് ശേഷം എന്നാണ്. ശരി, ശരി. മുമ്പ് കാലത്ത് യാത്രകൾ നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് യാത്രയ്ക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക, അല്ല സാമ്പത്തികമായിട്ട് മാറ്റി വെക്കുക, നമ്മുടെ മറ്റ് ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അത് മാറി. മറ്റുള്ള ആവശ്യങ്ങളോടൊപ്പം തന്നെ യാത്രയും ഒരു അനിവാര്യ ഘടകമായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യാത്ര ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യം ഒന്നും നോക്കുന്നില്ല. അതൊന്നും അവന് തയ്യാറല്ലെങ്കിൽ പോലും ആ സമയത്ത് യാത്രയ്ക്ക് വേണ്ടി അവൻ മാറ്റിവെക്കാൻ തയ്യാറാവുകയാണ്. പ്രസന്റിൽ ജീവിക്കുക എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്യുക. പറഞ്ഞല്ലോ, ഈ കോവിഡിന് ശേഷം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാഗത്തും യാത്ര ഏത് ഭാഗത്താണെങ്കിലും മുമ്പത്തേക്കാട്ടും 100 ഇരട്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കുക. എല്ലാ ഡെസ്റ്റിനേഷൻ ആണെങ്കിലും, അത് പിൽഗ്രിമാണെങ്കിലും പിക്നിക് ആണെങ്കിലും അഡ്വഞ്ചർ യാത്ര ആണെങ്കിലും എല്ലാം തന്നെ. കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു സ്ഥലമാണ് മണാലി, അല്ലെങ്കിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മണാലി. എന്തുകൊണ്ടാണ് ഏറ്റവും ആളുകൾ മണാലി ചൂസ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് തോന്നുന്നത്? അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഒരു ഹിമാലയത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലുള്ളതുകൊണ്ടാണ്. ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മണാലി എന്ന് പറയുന്നത്. അപ്പോൾ ആ മണാലി എന്ന സമയത്ത് ആ മഞ്ഞും താഴ്വരകളും ഹിമാലയത്തിൻ്റെ ആ ഒരു മനസ്സിലിങ്ങനെ എപ്പോഴും ഓടിയെത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് എല്ലാവരും പറഞ്ഞ ഒരു ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മണാലി പോകാനുള്ള ആ ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ കൂടുതൽ ഈ അഡ്വഞ്ചർ ട്രിപ്പുകൾ, അതുപോലെ ട്രക്കിങ്ങുകളൊക്കെ ഏറ്റവും സൗകര്യമുള്ളൊരു സ്ഥലം കൂടിയാണ് മണാലി. അത് ഷിംല മുതൽക്ക് ഷിംല, കുളു, മണാലി ആ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ അങ്ങനത്തെ പ്രത്യേകതകളിലാണ്. ഹിമാലയം തീർച്ചയായിട്ടും നമ്മൾ എത്ര കണ്ടാലും മതിവരാത്തൊരു സ്ഥലമാണ്, ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും. അപ്പോൾ അത് നമ്മൾ പോകുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും അവിടേക്ക് നമ്മൾ മാടി വിളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഹിമാലയത്തോടുള്ള ആ ഒരു താല്പര്യം. അപ്പം തീർച്ചയായിട്ടും മണാലി എന്ന സമയത്ത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും. ഈ മണാലി ഭാഗങ്ങളിൽ ഐസ് ആയിട്ട് ബന്ധപ്പെട്ട് ഐസ് കളിക്കുക, അതേപോലെ ഡ്രാഫ്റ്റിങ്, പാരാഗ്ലൈഡിങ് എന്നുപോലത്തെ അഡ്വഞ്ചർ, ട്രക്കിങ് എല്ലാം ഉൾപ്പെടുന്ന ഒരു മേഖലയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് വിഭാഗം ജനങ്ങൾക്കും അങ്ങോട്ട് പോകാൻ പറ്റും. പ്രായം ചെന്ന ആളുകൾക്കും അതേപോലെ ചെറുപ്പക്കാർക്കും എല്ലാം തന്നെ അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള അവിടുത്തെ യാത്രാനുഭവങ്ങളാണ്. ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയുണ്ട്, കുളുവിൽ നിന്നും കുറേ ഉള്ളോട്ട് പോയിട്ട് അവിടുത്തെ കുറേ ഗ്രാമങ്ങളിലെ യാത്രയുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കാഴ്ച അവിടെ കാണാൻ പറ്റും. വ്യത്യസ്തമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ട് ഐസ് എന്നുള്ളൊരു നമുക്കിവിടെ കാണാത്ത മഞ്ഞ് അല്ലെ ഐസ് എന്നുള്ള ആ ഒരു ഇതാണ്. അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഡിസംബർ മുതൽക്കുള്ള സമയമാണ്. ഡിസംബർ ജനുവരി പീക്ക് ടൈം അല്ല, ശരിക്കും അവിടുത്തെ എൻജോയ് ചെയ്യാൻ പറ്റുക ഐസ് ആയിട്ട് ബന്ധപ്പെട്ട് മഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അതൊരു അഡ്വഞ്ചറാണ് താനും. കാരണം ഏത് സമയത്തും നമ്മൾ വഴി ബ്ലോക്കാവും, മഞ്ഞ് വീഴ്ച ഉണ്ടാവും. പലപ്പോഴും നമ്മൾ വാഹനം നിർത്തി കഴിഞ്ഞ് നമ്മളെ വാഹനം മുഴുവൻ മഞ്ഞ് മൂടിപ്പോകുന്ന അവസ്ഥ വരെ വരും. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മൾ രാവിലെ നോക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം മഞ്ഞിൽ മൂടി കിടക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന സമയമാണ്. എന്നിരുന്നാലും അത് കാണാൻ തന്നെ കൂടുതൽ താല്പര്യമാണല്ലോ. ഇപ്പോൾ ഈ മഞ്ഞ് വീഴ്ചയൊക്കെ ഉള്ള സമയത്ത് ഇത്തരത്തിലുള്ള യാത്രകൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പല ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം എപ്പോഴെങ്കിലും ഈ യാത്രകളിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അനവധി സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പം ഞങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ഒരിക്കൽ ഒരു ട്രാവലറായിട്ട് പോകുന്ന സമയത്ത് അതേപോലെ മണാലിത്തിന് മുമ്പായിട്ട് യാത്രയുടെ നമ്മൾ ഹോട്ടലിലേക്ക് എത്താൻ വേണ്ടി ഒരു 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് വൈകുന്നേരം വെച്ച സമയത്ത് അവിടെ നമ്മൾ കുറച്ച് സമയത്ത് വണ്ടി അവിടെ ബ്ലോക്കായി. പെട്ടെന്ന് സ്നോഫാൾസ് വന്ന് മഞ്ഞടിച്ച് വന്ന സമയത്ത് അവിടെ കുറച്ച് സമയത്ത് ബ്ലോക്കായി. കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടു. നിർത്തിയിട്ട് പിന്നെ അത് പോകാൻ പറ്റാതെ.
അങ്ങനെ മണിക്കൂറുകളോളം അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോഴേക്കും മുഴുവനായിട്ടും വാഹനത്തിൻ്റെ മുഴുവൻ മഞ്ഞ് വീണ് ഒരുപാട് സമയത്ത് രാത്രി മുഴുവൻ എന്ന് പറഞ്ഞ പോലെ അവിടെ തന്നെ പോകാൻ പറ്റാതെ അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ട്. ചുരുക്കം പറഞ്ഞാൽ കുറച്ച് അഡ്വഞ്ചറസ് ആണ്. തീർച്ചയായിട്ടും എന്താ സംഭവിക്കാതെ പറയാൻ പറ്റില്ല. നമ്മളെ ഹോട്ടലിൽ കേദാർനാഥിലൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കേദാർനാഥിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ രാത്രി പോയി കിടന്ന് രാവിലെ മുറി തുറന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം മുറിൻ്റെ പുറത്ത് മുഴുവൻ മഞ്ഞായിട്ട് വീണ് നടക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കറൻ്റ്ലി നമ്മളെ ട്രാവലിംഗ് ട്രെൻഡ്സ് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അത് എന്താ വെച്ചാൽ അത് പല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. അതായത് മുമ്പ് കാലത്ത് നമുക്കൊരു യാത്ര പോകണമെങ്കിൽ കുറേ ആളുകൾ വേണം. പുറത്തേക്ക് പോവുകയാണ്, നോർത്ത് ഇന്ത്യൻ ഭാഗത്തേക്ക് പോവുകയാണ്, നമുക്ക് 1-2 ആൾ അല്ലെങ്കിൽ ഫാമിലി മാത്രം പോകാൻ പേടിയാണ്. ഒരുപാട് ആളുകൾ കൂട്ടം കൂടിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇപ്പം പലപ്പോഴും 2 ആളുകൾ അല്ലെങ്കിൽ ഒരാൾ പലപ്പോഴും നമ്മളിവിടെ കാണുന്നുണ്ട്. കേരളത്തിൽ നിന്നും ഇവിടെ കാശ്മീരിലേക്ക് സൈക്കിളിൽ പോകുന്നു, നടന്നു പോകുന്നു, പിന്നെ കാണുന്ന വണ്ടി കൈ കാണിച്ചിട്ട് ലോറിയിലോ കൈ കാണിച്ചിട്ട് അങ്ങനെ പോകുന്ന പല രീതിയിലുള്ള രസകരമായിട്ടുള്ള ട്രെൻഡ് മാറിയിട്ടുണ്ട്. അതേപോലെ ആളുകൾക്ക് കൂടുതലും ഇപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലം അവിടെ പോയി കണ്ടുപോരുക എന്നുള്ളതല്ല. നമ്മളിപ്പോൾ ഒരു യാത്ര പോകുന്ന സമയത്ത് ഇപ്പോൾ താജ്മഹൽ കാണാൻ പോവാണ്. അപ്പോൾ നമ്മളവിടെ പോയി താജ്മഹൽ കണ്ട് തിരിച്ചു പോരുക എന്നതിൽ ഉപരിയായിട്ട് ഇപ്പോൾ അത് മാറിയിട്ട് ആ പോകുന്ന സമയത്തുള്ള ആ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ, അതായത് ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് പഠിക്കാൻ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 2 പേരൊക്കെ അങ്ങനെ പോകുന്ന സമയത്ത് സൈക്കിളിൽ പോകുന്ന സമയത്ത് ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത് അവിടുത്തെ കൾച്ചറും അവിടുത്തെ രീതികളും കണ്ട് മനസ്സിലാക്കി യാത്ര പോകുന്ന ആ ഒരു ട്രെൻഡിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെ പോയി കണ്ടുപോരുക എന്നുള്ള പേര് തീർച്ചയായിട്ടും നമ്മളൊരു യാത്ര എന്ന് പറഞ്ഞ സമയത്ത് പഞ്ചേന്ദ്രിയങ്ങളും തുറന്നുകൊണ്ട് പോകണമെന്നാണ് യാത്ര. എല്ലാ ഭാഗങ്ങളും ഒരു പിക്നിക്ക് പോയി പോകുന്ന പോലെ അല്ലാതെ ഏത് യാത്രയാണെങ്കിലും നമ്മൾ അവിടെ പോകുന്ന സമയത്ത് എല്ലാ ഭാഗങ്ങളും നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ ഗന്ധം മനസ്സിലാക്കണം, അതിൻ്റെ രുചി മനസ്സിലാക്കണം, അതിൻ്റെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് ആ ഒരു സ്ഥലത്ത് ഒരു യാത്ര പോയി അത് കണ്ട് തിരിച്ചു വരിക എന്നുള്ള ആ ഒരു അല്ല വേണ്ട യഥാർത്ഥത്തിൽ. നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും തുറന്നു വെച്ചുകൊണ്ട് വേണം യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പോകുന്ന സമയത്ത് അത് കാണുക, കണ്ണ് നമുക്ക് അത് മനസ്സിലാക്കുക. അതേപോലെ ചെവി, അതിൻ്റെ നമ്മൾ ഓരോ ശബ്ദങ്ങളും അതിൻ്റെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മളതിൻ്റെ ഒരു കാറ്റ് ഹിമാലയത്തിൽ കൂടി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റു ഭാഗത്തൂടി പോകുന്ന സമയത്ത് അതിൻ്റെ ചെറിയ കാറ്റും കൊടുങ്കാറ്റും എല്ലാം തന്നെ, അതേപോലെ പിന്നെ വലിയ വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദം എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ അവിടുത്തെ ആഹാര രീതി, ഭക്ഷണ രീതി, അതേപോലെ അവിടുത്തെ വസ്ത്രരീതി, അവരുടെ സംസ്കാരം, അവരുടെ പൈതൃകം, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു യാത്ര പൂർണ്ണമാവുള്ളൂ. കണ്ടും കേട്ടും രുചിച്ചും ഒക്കെ എല്ലാം മനസ്സിലാക്കണം, എന്നാലേ യാത്ര പൂർണ്ണമാവുള്ളൂ. അല്ലാതെ നമ്മൾ സ്ഥലത്ത് പോയി കണ്ട് തിരിച്ചു വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം ആ രീതിയിലേക്ക് യാത്ര എല്ലാവരും ആ രീതിയിലാണ് ഇപ്പോൾ ഉൾക്കൊള്ളുന്നത്. അങ്ങനെ തന്നെയാണ് പോകേണ്ടത്, മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതേപോലെ നമ്മളിപ്പോൾ എന്താ പറയുക, യാത്രയെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, യാത്രയോടുള്ള ആ ഒരു സ്നേഹം. അതേപോലെ മറ്റേ സിനിമ പറഞ്ഞ പോലെ യാത്രയെ നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ 100 ഇരട്ടിയാണ് യാത്ര നമ്മളെ സ്നേഹിക്കുന്നത്. ശരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു യാത്രയോട് നമുക്ക് വിട്ടുമാറാതെ കൂടെ തന്നെ ഒരു യാത്ര പറയുന്ന സമയത്ത് നമ്മളിപ്പം ഒരു യാത്ര പോയി കഴിഞ്ഞാൽ നമ്മൾ അതോടുകൂടി നിർത്തിയെന്ന് തോന്നും. പക്ഷേ വീട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് ആ മനസ്സിൽ അങ്ങനെ അത് കണ്ടിന്യൂ ആയിട്ട് ആ യാത്ര അതിലിങ്ങനെ തുടർന്നു കൊണ്ട് പോവുകയാണ് ചെയ്യുക. ആദ്യത്തെ ഒരു യാത്ര തുടങ്ങാനേ ബുദ്ധിമുട്ടുള്ളൂ, പിന്നീട് അത് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മണാലിയിൽ പോകുന്ന സമയത്ത് സാധാരണ ഇതിപ്പം നമ്മളെ കാഴ്ചപ്പാട് റോഡ് വഴി പോകുന്നതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ട്രെയിനിൽ പോകാനുള്ള സൗകര്യമുണ്ട്. അത് ശരിക്കും അതൊരു എക്സ്പീരിയൻസ്ഡ് യാത്രയാണ്. ഡൽഹിയിൽ നിന്ന് ട്രെയിൻ വഴി കൽക്ക, അതായത് ചണ്ഡീഗഡ് വരെയുള്ള സ്റ്റേഷനാണ്. ചണ്ഡീഗഡിൽ നിന്ന് പിന്നെ അവിടെ കൽക്ക എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് ഷിംലയിലേക്കൊരു യാത്ര ഉണ്ട്. അത് ഹിമാലയൻ ക്വീൻ എന്ന് പറഞ്ഞ നല്ല നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയാണ്. അത് മലയുടെ മുകളിൽ കൂടിയുള്ള നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന അതേപോലെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് മഞ്ഞ് മലകളും അതേപോലെ കാട്ടിൽ കൂടെയൊക്കെ ഉള്ള പൂർണ്ണമായിട്ടും അത് വളരെ സാധാരണത്തിലേ പോവുള്ളൂ. അതിന് ടോയ് ട്രെയിൻ എന്നാണ് പറയാം. അപ്പോൾ അതേപോലുള്ള ആ ഒരു യാത്ര വളരെ രസകരമാണ്. ഷിംല വരെ പോകാം, ഷിംല കണ്ടിട്ട്. അപ്പോൾ അതുവേണ്ടി മാത്രം ആ ഹിമാലയൻ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമായിട്ട് വേണമെങ്കിൽ ഷിംല വരെ പോയിട്ട് ഷിംലയിൽ നിന്ന് തിരിച്ചു അതേപോലെ അടുത്ത ട്രെയിൻ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ചെറിയൊരു ഷോർട്ട് യാത്രയായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. അതും നല്ലൊരു യാത്രാനുഭവമായിരിക്കും. സോ ഒരു 20-25 വർഷത്തോളം ഈ ഒരു ഫീൽഡിൽ, ട്രാവൽ ഫീൽഡിൽ കാര്യമായി വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ വ്യക്തി എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്.
ഇപ്പോൾ ഒരു 10-20 വർഷം മുമ്പും അതുപോലെ തന്നെ ഇപ്പം കറൻ്റ്ലിയും ഒക്കെ യാത്ര നമ്മൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പോയൊരു വ്യക്തിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പോയ യാത്രകളും അതുപോലെ തന്നെ ഇപ്പം നടക്കുന്ന യാത്രകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചില അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാൻ പറ്റും? അതിപ്പം യാത്രയെക്കുറിച്ച് പറയുന്ന സമയത്ത് മുമ്പ് കാലത്ത് നമുക്ക് സൗകര്യങ്ങൾ കുറവായിരുന്നു. അതെ, ശരിയാണ്. ഒരുപാട് ചെറിയൊരു സൗകര്യത്തിലായിരുന്നു നമ്മളന്ന് പോയിക്കൊണ്ടിരുന്നത്. ഫോൺ സൗകര്യങ്ങളില്ല. അതെ, ഫോണുള്ള സമയത്ത് തന്നെ ഫോൺ കിട്ടിയ നമ്മളിവിടെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ എത്തുന്ന സമയത്ത് പല സ്ഥലത്തും റേഞ്ച് ഉണ്ടാവില്ല, ദിവസങ്ങളോളം റേഞ്ച് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ കാശ്മീർ യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ജമ്മു ബോർഡറിൽ ലഖൻപൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കാശ്മീർ ശ്രീനഗർ മുഴുവൻ കറങ്ങി തിരിച്ച് ലഖൻപൂർ എത്തുന്നവരെ നമുക്ക് ഫോൺ കിട്ടുകയില്ല. ഇതൊരു ബന്ധമില്ലാതെ എത്ര ദിവസമാണ് അവിടെ നിൽക്കുന്നത് അത്രയും ദിവസങ്ങൾ നമുക്കൊരു ബന്ധമില്ല. പുറത്ത് ഏതെങ്കിലും എസ് ഡി ബൂത്ത് പോയി വിളിക്കുക എന്നുള്ളതല്ലാതെ ഒട്ടും ഫോൺ കിട്ടാത്ത അവസ്ഥ വരെയായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഈ ദിവസം കഴിഞ്ഞ് ഇത്രയും ദിവസം തിരിച്ച് ലക്കൻപൂർ എത്തുമ്പോഴേക്കും എല്ലാവരും ഫോണെടുത്ത് പിന്നെ വിളിയോട് വിളിയാണ്. ഇത്രയും ദിവസത്തെ ആ ഒരു എന്തോ ഒരു സാധനം കിട്ടുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ ആ സാങ്കേതിക വിദ്യ എല്ലാ കാര്യങ്ങളിലും നമ്മളിപ്പോൾ നമ്മുടെ ഹോട്ടൽ സൗകര്യങ്ങൾ, അതേപോലെ റോഡ് സൗകര്യങ്ങൾ ഒക്കെ മാറിയിട്ടുണ്ടല്ലോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം. അപ്പോൾ അതനുസരിച്ചുണ്ടായ സൗകര്യങ്ങളും കൂടിയിട്ടുണ്ട്. മുമ്പ് കാലത്ത് സാധാരണ ചെറിയൊരു ഹോട്ടലിൽ താമസിച്ചിരുന്ന പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഹോട്ടലുകൾ താമസിക്കാൻ വേണ്ടി ഇപ്പം അതെല്ലാം മാറി ഒരുപാട് ഫോണിൽ എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ ജീവിത രീതി മാറി. അതനുസരിച്ച് എല്ലാ സ്ഥലത്തും അതിൻ്റെ സൗകര്യങ്ങളുടെ മാറ്റങ്ങളും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിലേറ്റവും ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ മുമ്പ് കാലത്ത് നമ്മൾ പോകുന്ന സമയത്ത് പല സ്ഥലത്തും അവിടെ ചെന്നതിന് ശേഷം താമസ സൗകര്യം അന്വേഷിച്ച് കണ്ടെത്തി അതിനുശേഷം നമ്മൾ ഗ്രൂപ്പായിട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മളെ കൂടെ 10-40 പേരുണ്ടാവും. അവരും കൊണ്ട് പോകുന്ന സമയത്ത് പലപ്പോഴും അവിടെ എത്തിയിട്ട് താമസ സൗകര്യം നോക്കിയിട്ട് കാണിച്ചാൽ. ഇപ്പോഴതല്ല, ഇപ്പം നമ്മൾ യാത്ര ഇവിടുന്ന് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളെ കൂടെയുള്ള യാത്രക്കാർക്ക് മുഴുവൻ നിങ്ങൾ ഇന്ന ഹോട്ടലുകൾ ഇന്ന സമയത്ത് എത്തും, ഇന്ന ഹോട്ടലുകളാണ് നിങ്ങളെ താമസം, ഇത്രയും കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. അത് അവർക്ക് ഇവിടെ പോകുന്ന സമയത്തും ആ ഷെഡ്യൂൾ ഇവിടെ വീട്ടിൽ കൊടുത്തിട്ട് പോകാൻ പറ്റും. ഇന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സൗകര്യങ്ങളെല്ലാം തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് കിട്ടാത്ത ഭാഗങ്ങളില്ല, ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലും തന്നെ. ചില ഭാഗങ്ങളിൽ മാത്രം, അതായത് ഹിമാലയത്തിൻ്റെ കേദാർനാഥ് പോലെക്കുന്ന ഭാഗത്ത്, അതേപോലെ അമർനാഥ് പോലെ ഇരിക്കുന്ന അത്തരം കുറച്ച് സ്ഥലങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും തന്നെ അതിനുള്ള എല്ലാ സൗകര്യം പ്രോപ്പറായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും. സൗത്ത് ഇന്ത്യയിൽ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് പോയി വരാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം ഏത് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം എന്താ? തീർച്ചയായിട്ടും ഹംപി. അതെന്താ, എന്തുകൊണ്ടാണ് ഹംപി? ഒരുപാട് സ്ഥലങ്ങൾ വ്യത്യസ്തമായിട്ട് ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ, കൊട്ടാരങ്ങളുടെ ഭാഗങ്ങൾ, കെട്ടിടങ്ങൾ, പുരാതനമായിട്ടുള്ള വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർന്നു പോയ അവശിഷ്ടങ്ങൾ നമ്മൾ അവിടെ പോകുന്ന സമയത്ത് നമ്മൾ ശരിക്കും തൊട്ടറിയാൻ പറ്റും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റുപാട് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലാണ് അത് വ്യാപിച്ചത്. അപ്പോൾ അത് ഏറ്റവും നല്ല സമയം ശരിക്കും ഒരു നവംബർ, ഡിസംബർ, ജനുവരി തണുപ്പുള്ള സമയത്ത്. അപ്പോൾ കർണാടകയിലെ ആ തണുപ്പും കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതുകൂടി നമ്മൾ അല്ലാണ്ട് മറ്റുള്ള സമയത്ത് ശരിക്കും ചൂടുള്ള സമയത്ത് നമുക്ക് ഓടിപ്പോരാൻ പറ്റും. അതായത് എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ തന്നെ പോയി വരാൻ പറ്റിയൊരു സ്ഥലമല്ല. അല്ല അത്രയേറെ വലിയൊരു കുറച്ച് ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവിടുത്തെ എന്താ പറയുക കൊത്തുപണികളോ അതേപോലെ ശിലാ രൂപങ്ങളോ ഒക്കെ കണ്ട് ആ രീതിയിലുള്ള ആളുകൾക്കാണ് കുറച്ചുകൂടി ഇഷ്ടമാവുക. അതാണ് അതിൻ്റെ ഒരു ഹംപി എന്ന് പറയാനുള്ള കാരണം. അതാണ് ഓരോ യാത്രകളും ഓരോരോ അനുഭവങ്ങളാണ്, ഓരോരോ കാഴ്ചകളാണ് നമുക്ക് തരുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പം പല യാത്രകളിലും പല നാടുകളിലെത്തുമ്പോൾ പല ദേശങ്ങളിലെത്തുമ്പോഴൊക്കെ ഒരുപാട് നമ്മളെ സ്വാധീനിക്കുന്നൊരു ഘടകമാണ് അവിടുത്തെ ഭക്ഷണ രീതികൾ, അല്ലേ? വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണ രീതികൾ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ? അത് നമ്മുടെ ഭക്ഷണ രീതി പല ഭാഗത്തും പല രീതിയിലുള്ള ഭക്ഷണ രീതി. നമ്മൾ കേരളത്തിൽ തന്നെ ഇവിടെയുള്ള ഭക്ഷണമല്ല തൃശ്ശൂരെത്തുന്ന സമയത്ത്, തിരുവനന്തപുരത്തെത്തുന്ന സമയത്ത്, അതേപോലെ ഇന്ത്യയിൽ മൊത്തമായിട്ടും ഭക്ഷണത്തിന് ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ്, വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം പാക്കേജ് യാത്രകൾ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കേരള ഫുഡ് കൊടുക്കാനാണ് മാക്സിമം. അത് മാക്സിമം അല്ല, നമ്മൾ ഇവിടെ പോകുന്ന സമയത്ത് നമ്മൾ ഷെഫ്മാരെ കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഭക്ഷണം പലപ്പോഴും എന്തുകൊണ്ടാ വെച്ചാൽ യാത്രയിൽ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് പലപ്പോഴും അസുഖങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ. നോർത്ത് ഇന്ത്യ യാത്രയിൽ നോർത്ത് ഇന്ത്യയിലെല്ലാം തന്നെ
സാധാരണ രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് അവിടുത്തെ കടുകെണ്ണ, അതുപോലെ പല രീതിയിലുള്ള പാചക രീതിയാണ്. അത് പലപ്പോഴും നമുക്ക് ശരീരത്തിന് കേടുവരും. അതുകൊണ്ട് നമ്മൾ പാക്കേജ് യാത്രയിൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഇവിടുത്തെ ഇത് ഭക്ഷണം കൊടുക്കുന്ന രീതിയാണ് ചെയ്യുന്നതെങ്കിലും അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും അവിടുത്തെ ഫുഡ് രുചിക്കാനുള്ള ഒരു ചാൻസ് കൂടി നമ്മൾ കൊടുക്കാറുണ്ട്. അതാ സ്ഥലത്ത് പോകുന്ന സമയത്ത് അതിന് താല്പര്യമുള്ള ആളുകൾക്ക് അത് കഴിക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ അതാത് സ്ഥലങ്ങളുടെ ഭക്ഷണത്തിൻ്റെ രുചി മനസ്സിലാക്കാനും കഴിക്കാനും കൂടിയുള്ള ഒരു ചാൻസും കൂടി നമ്മളതിന് കൊടുക്കാറുണ്ട്. അതാണ് ഓരോ നാട്ടിലെ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി യാത്രകൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇപ്പം നമ്മളിങ്ങനെ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയകളിലൊക്കെ ആണെങ്കിലും ഇപ്പം ഇന്ന നാട്ടിൽ ഒരു പക്ഷേ ആ ഭക്ഷണത്തിനെ കൊണ്ട് ഫേമസ് ആയിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള യാത്രകളും ഇന്നത്തെ കാലത്ത് കാണുന്നില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പ്രത്യേകിച്ചും കേരളീയർക്ക് അതിൻ്റെ ആ വൃത്തിയും ആ രീതിയിലുള്ള ഭക്ഷണം നമുക്ക് ശരിയാവുള്ളൂ. നമുക്കറിയാം, അങ്ങ് മണിപ്പൂർ ആ ഭാഗങ്ങളിൽ, നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ പോയുള്ള ഭക്ഷണം, പട്ടിയെ വരെ ഭക്ഷണം കഴിച്ച് തിന്നുന്നത്, പാമ്പിനെ ഭക്ഷണം കഴിച്ച് തിന്നുന്നത്, പഴുതാരയെ ഭക്ഷണം, അതൊക്കെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. സ്വാഭാവികം ഇവിടെ ഒരു 99% ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും അവർ കഴിക്കുന്നുണ്ടല്ലോ. പക്ഷെ അത് നമുക്ക് അത്രയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് എല്ലാ ഭാഗങ്ങളും കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതും നമ്മൾ അനുഭവിച്ച് അറിയാം. നമ്മൾ ഭക്ഷണം കഴിക്കാനെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ അത് എന്താണെങ്കിലും മനസ്സിലാക്കാനുള്ള ചെയ്യാൻ പറ്റും. അത്രമാത്രമേ ഉള്ളൂ ഭക്ഷണത്തിനെ കുറിച്ച് പറയാനുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം ഫോറിനേഴ്സ് വന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ് ശരിക്കും നമ്മളെ ഈ കൊച്ചു കേരളം, അല്ലേ? അപ്പോൾ അതിന് ഒരു പരിധിവരെ ഒരു കാരണം എന്തായിരിക്കാം? അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു സംസ്കാരം തന്നെ, തീർച്ചയായും നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ ഒരു ഹോസ്പിറ്റാലിറ്റി, അതിഥി ദേവോ ഭവ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ പ്രാവർത്തികമാക്കുന്നത് നമ്മളാണ്. അതെ, ശരിയാണ്, അല്ലേ? നമുക്കിപ്പം ഒരു പുറമെ ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ എല്ലാ ഭാഗത്തും അവർക്ക് വേണ്ടി നമ്മൾ എന്താ പറയുക, ചുവപ്പ് പരവതാനി വിരിച്ചിട്ടത് പോലെയാണ്. ചില സ്ഥലങ്ങളിൽ റെയറായിട്ട് ചില പ്രശ്നങ്ങൾ അത് വളരെ അതെല്ലാ ഇതിലും ഉണ്ടല്ലോ, അത് വളരെ കുറവ് മാത്രം. ബാക്കി എല്ലാം തന്നെ അവർക്ക് വരുന്ന സമയത്ത് ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് നമുക്ക് ഈവൻ ഒരു ഓട്ടോയിൽ പോവുകയാണെങ്കിൽ അവർക്കറിയാം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വരെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും അവർക്ക് ലാവിഷായിട്ട് നടക്കാൻ പറ്റും. ആരും പറ്റിക്കില്ല, അല്ലെങ്കിൽ വഞ്ചിക്കില്ല. അവരാ ഒരു ഹോസ്പിറ്റാലിറ്റി എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇവിടേക്ക് ധൈര്യമായിട്ട് ആൾ വരാൻ തയ്യാറാവുന്നത്. അതുകൊണ്ടാണ് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവരുടെ മൈൻഡിലുള്ളത്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ മഹത്വം നമ്മളെ ആ ഒരു പലപ്പോഴും നമ്മളെ ഒരു കേരളത്തിൻ്റെ തനിമ ആ ഒരു ഭക്ഷണം ഇതിന് വേണ്ടിയിട്ട് ആളുകൾ അതിനു വേണ്ടി മാത്രം വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ വിവിധ സംസ്കാരങ്ങൾ, നമ്മളിപ്പോൾ തെയ്യം, കണ്ണൂർ തെയ്യം കാണാൻ ഫോറിൻ പല ഭാഗത്തു നിന്നും വർഷത്തിൽ ആ സമയത്ത് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ കഥകളി, നമ്മുടെ കളരിപ്പയറ്റ്, കൂടിയാട്ടം, അതേപോലെ ഈ നമ്മുടെ ഇത് ആയുർവേദിക്, പിന്നെ വഞ്ചി, മറ്റേ വള്ളംകളി, അങ്ങനെ ഓരോ ഭാഗങ്ങളിലും നമുക്ക് ശരിക്കും ഈ സംസ്ഥാനത്തിന് നമ്മൾ ഓരോ ജില്ലയിലും ഓരോ പ്രത്യേകതകൾ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആണ് വരുന്നത്. അതിനവർക്ക് സൗകര്യം ഉണ്ടെന്നാണ് ഇവിടെ തീർച്ചയായിട്ടും. അതേപോലെ ഇവിടുത്തെ നമ്മുടെ ശുചിത്വം മറ്റുള്ള അപേക്ഷിച്ച് ചില സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ശുചിത്വം ഉണ്ടോ പല സ്ഥലത്തും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചതല്ല, നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് അങ്ങേ തലമൊക്കെ എവിടെ പോയാലും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അതായത് ഏകദേശം ഒരു 25 വർഷത്തോളമുള്ള ഈ ഒരു ട്രാവൽ ഫീൽഡിലുള്ള ഈ ഒരു എക്സ്പീരിയൻസിന് ശേഷം ഇത്തരത്തിൽ ടീം രാസ്ത എന്നുള്ള ഒരു ട്രാവൽ കമ്പനി ഇത്തരത്തിലൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ തുടങ്ങാനുള്ള ഒരു കാരണം എന്താണ്? അപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ, അപ്പം ഇത്രയും 25 വർഷത്തിലധികമായിട്ടുള്ള വിവിധ സ്ഥലത്തുകൂടി യാത്ര ചെയ്ത് ആയിരക്കണക്കിന് ആളുകളുടെ കൂടെ യാത്ര ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആശയവിനിമയം, പല ആളുകളുടെയും പല സമയത്തുള്ള നിർദ്ദേശങ്ങൾ, പല രീതികളിൽ. അപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് പല ആശയങ്ങൾ പല ആൾക്കാരും. പക്ഷെ അത് അവരിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു രീതിയിൽ തുടങ്ങിയാൽ മാത്രമേ അവർ പറഞ്ഞ രീതിയിൽ പല ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് അറിയുന്നത് കൊണ്ട്, പരിഗണിച്ചു പല ആൾക്കാരുടെ അനുഭവത്തിലൂടെ അറിയുന്നതുകൊണ്ട്
അത് പരിഗണിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തുടങ്ങി അത് ഇത്രയും ആളുകളുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കുണ്ടായത്. അത് കറൻ്റ്ലി ഇപ്പോഴുള്ള ജനറേഷൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോഴത്തെ നമുക്ക് മോഡേൺ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചിട്ട് അത് ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു സർവീസായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. അതുവേണ്ടി മാത്രമാണ് ഇത് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.